അമ്മൂമ്മോ അവനെ അയ്യോ മക്കള് വന്നാ ബാലു ദേ നമ്മളെ മോന്ന്. ആ എൻ്റെ മക്കള് പഠിച്ച് ക്ഷീണിച്ച് വരല്ലേ. പാലില് ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും കലയിക്കൊടു, അല്ലെങ്കിൽ പാലിൽ കുറച്ച് കുങ്കുമപ്പൂ കലയിക്കൊടു. വെള്ളറി വെളുത്ത് വന്നെങ്കിൽ ചോങ്കട്ട്. ഞാൻ ഏത്തപ്പഴം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അല്ല ഇവിടെ കുങ്കുമപ്പൂ ഏത്തപ്പഴം മുട്ടയൊക്കെ ഉണ്ടാ? വേണമെങ്കിൽ നട്ട് വളർത്താടാ. അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നല്ലേ? സോറി, കുറച്ച് ലേറ്റായി പോയി. അറിയാമല്ലോ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് ലേറ്റായി പോയത് കേട്ടോ. നമ്മൾ ഈ പുറത്തിറങ്ങണോട്ട് ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങാത്തോണ്ട് പുറത്ത് ഒരു വിശേഷം ഇവിടെ അറിയാൻ പറ്റണില്ല. ഭയങ്കര ബ്ലോക്കാണല്ലേ മക്കളെ? അല്ല, ഞാൻ എന്നെ അങ്ങനെ ന്യായീകരിക്കുകയല്ല. കുറെ നാളായല്ലോ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ കോളേജിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ക്യാൻറ്റീൻ വരെയൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത്. നന്നായി, അതൊക്കെ വേണം. എന്നിട്ടെന്താ പിള്ളേരൊക്കെ അങ്ങ് പോയോ? പിന്നെ പോവാതെ അവരൊക്കെ കോളേജിൽ തിന്നിരിക്കും. എന്തിനാ മൂമ്മ? അതെ, ഭയങ്കര ക്ഷീണം വെച്ചാ. ഞാൻ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടേ കുറച്ചേരം കിടക്കട്ടെ, അപ്പോൾ തന്നെ റെഡിയാവും. എന്തിട്ടി? ആ മാമ എപ്പോ വന്ന്? നമ്മള് കുറച്ച് നേരത്തെ വന്ന്. ആണാ? അത്യാവശ്യം ഉണ്ടായിരുന്നു. പറഞ്ഞാലേ പെരുമ്പാര് പോയിട്ട് എന്തായി? കൂട്ടുകാരനെ കണ്ടാ? പുള്ളിക്കാരനെ വീട്ടിലോട്ട് വിളിച്ചാ? നമ്മളവിടെ പോയപ്പോ അയാൾ അവിടെ നിന്ന് പോയി. എവിടെ പോയി? ഗൾഫിൽ പോയി. ശോ, എന്തൊരു പരിപാടി? ഒന്നുമില്ലെങ്കിൽ ആ പുള്ളി മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ? ഇതിപ്പോ നിങ്ങൾ അവിടെ വരെ പോയി യാത്ര ക്ഷീണം മാത്രമായില്ലേ? പിന്നെ കഷ്ടായി പോയല്ലേ. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ. അല്ല, അങ്ങനെ പോവല്ലേ. കോളേജിലെ വിശേഷങ്ങള് മൊത്തം പറഞ്ഞിട്ട് പോയാൽ മതി. കോളേജിൽ എന്തൊരു വിശേഷം? ആലോചിച്ച് നോക്ക്, ഒരുപാട് വിശേഷങ്ങളില്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു സംഭവം നടന്നു. ഞങ്ങളുടെ ടീച്ചറെ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ, അതായത് BA മലയാളത്തിന് ഇത്തവണ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോണത് നമ്മുടെ കോളേജിലായിരിക്കുമെന്ന്. ഞാൻ ശ്രമിച്ചാൽ എന്നിലൂടെ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞേ ടീച്ചറെ വേണ്ട, അത്ര വലിയ പ്രതീക്ഷ ഒന്നും ഇനി വെക്കേണ്ടത്. നമുക്കും അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല അല്ലേ? അതെ, വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട. മാർക്ക് കിട്ടിയേ കിട്ടാതിരിക്കുക, ജയിക്കാതിരിക്കുക, തോക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചേട്ടാ, അതൊന്നും ഒരു വിഷയമല്ല. അമ്മ എന്തിനാ പറയണ തോക്കുന്നാ? എന്തിനാ നാട്ടുകാർക്ക് മൊത്തം എന്നെ പ്രതീക്ഷയുണ്ട്, വീട്ടുകാർക്കാണ് പ്രതീക്ഷ ഇല്ലാത്തത്. ബാ അച്ഛ ഒരു കാര്യം സംസാരിക്കട്ടെ. ബാ. എടാ മോനെ ബാലു, നീ അവനെ എവിടെ കൊണ്ടുപോവാ? ഞാനും എൻ്റെ മോനും സംസാരിക്കുന്നിടത്ത് ആരും വന്ന് ശല്യം ചെയ്തു. എന്തിനു സംസാരിക്കാൻ പോണ? വാടാ മക്കളെ. എന്ത് വാ കാര്യം പറ. എന്നിട്ട് വാടാ. എന്ത് പറയാ? നീ ആരടുത്തടാ കള്ളാൻ പറയാൻ നോക്കണ? നീ വളർന്ന് കാള പോലെ ആയില്ലടാ, അതിന്റെ തൊലിയെ ഞാടിച്ച് പൊളിച്ചടാ. ഇല്ലടാ തൊലഞ്ഞ് ചെറുക്ക എന്റെ കണ്ണുവെട്ടത്തുനിന്ന് മാറിയപ്പോഴേ വളർത്തി വച്ചേക്കണമെന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ. ഉഴപ്പവൻ പണ്ടേ ഉഴപ്പനാണ്. ഉഴപ്പി ഇവ ഇങ്ങനെ ആയി. അവൻ്റെ അടുത്ത് പഠിക്കണുണ്ടാന്ന് ചോദിക്കുമ്പോഴേ അവന് പ്രൊജക്ട് ലീവ്, മറ്റേ ലീവ്, മറിച്ചേ ലീവ്. ഇല്ലടാ ഇവിടെ കോളേജില്. കോളേജ് ഉച്ച വരെ പാർക്കില്, ഉച്ചയ്ക്ക് ശേഷം സിനിമാ തിയേറ്ററിൽ. അതാണോടാ നിന്റെ പ്രൊജക്ട്? എന്നാലും നീ എൻ്റെ 500 രൂപയും കൊണ്ട് സിനിമയ്ക്ക് പൊക്കളഞ്ഞല്ലോടാ. എല്ലാം പ്ലാനിങ് ആണ്. രാവിലെ ആ പാല് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോഴേ തോന്നി ചീനിയ വഴുതലങ്ങ ചാമ്പ അമരക്കേ. അതിന്റെ പേരെന്താ? ചീനു. അവലക്ഷണം കണ്ട ഒരുത്തൻ. അവ എന്നെ വിളിക്കണ് അച്ചാന്ന്. അച്ചാന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാനും വിളിച്ചോട്ടാന്ന്. അപ്പോഴേ തൂക്കിയെടുത്ത് വെളി കളയണ്ടേ? ആളെ അടുത്ത് പാറവട എറിഞ്ഞവനാ. എത്ര നാളായടാ ക്ലാസ് കട്ടിയാൻ തുടങ്ങിയിട്ട്? അതിന് കോളേജ് ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. അവന്റെ പ്രൊജക്ട് ലീവിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് അല്ലടാ.